1975 മുതൽ 1990 വരെ ലെബനീസിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാവുകയായിരുന്നു. ശാന്തവും സമൃദ്ധമായ രാജ്യമായിരുന്നു ഒരിക്കൽ ലെബനോൻ. മധ്യപൂർവ്വദേശത്തെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ലെബനോനെ അറിയപ്പെട്ടത്. അറബ് ലോകത്തെ ബാങ്കിങ് ക്യാപിറ്റലായിരുന്നു ഒരിക്കൽ ലെബനോൻ. ലെബനീസിൽ കൂടുതൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങളാണ് ജോലി ചെയ്തു വരുന്നത്. ലെബനോന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത നാഴികക്കല്ലായിരുന്നു അവിടെ നടന്ന ഒരു സ്ഫോടനം. 2750 ടൺ ശേഖരിച്ചിരുന്ന അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചായിരുന്നു അവിടെ ഒരു സ്ഫോടനം ഉണ്ടായത്. 250ഓളം പേരായിരുന്നു അന്ന് മരിച്ചത്. 7000 വർഷം കൊണ്ട് ചരിത്രമാണ് ലെബനോന് ഉള്ളത്. 5000 വർഷം പഴക്കമുള്ള നഗരങ്ങൾ ഇപ്പോഴുമുണ്ട്. അതിൻ്റെ പേര് ബിബ്ലോസ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നഗരമെന്ന പേരും ഇതിനുണ്ട്. മരുഭൂമികൾ ഇല്ലാത്ത ഒരു രാജ്യമാണ് ലെബനോൻ. അറബ് രാജ്യങ്ങളോട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കരുതും എവിടെ മരുഭൂമി ഉണ്ടെന്ന്. എന്നാൽ മരുഭൂമി ഇല്ലാത്ത രാജ്യമാണ് ലെബനോൻ. എവിടെ നോക്കിയാലും ഹരിതാഭയുള്ള സ്ഥലങ്ങളാണ്. അറബിക്ക്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഭാഷയുടെ സമന്വയമാണ് ഇവിടെ. പാലസ്തീനിൽ നിന്നും സിറിയയിൽ നിന്നും അഭയാർത്ഥികളായി എത്തിയവരാണ് ഇവിടെ ഏറെയുമുള്ളത്. 6 മില്യൺ ലെബനൻകാരാണ് ഇവിടെ താമസിക്കുന്നത്. 2 മില്യൺ ഇതിൽ അഭയാർത്ഥികളുമാണ്. വളരെ മനോഹരമായ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ കണ്ടത്. അതായത് ലെബനോൻ്റെ ക്യാപിറ്റലായ ബെയ്റൂട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ കുന്നുകളെല്ലാം നല്ല വെള്ള നിറത്തിൽ മിന്നിത്തിളങ്ങുന്ന കാണാം. അത് മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളായിരുന്നു. ആ മലനിരകളുടെ അടുത്തേക്കാണ് ഞങ്ങൾ ഒരു ദിവസം യാത്ര ചെയ്ത് എത്തിയത്. വളരെ സ്വിറ്റ്സർലൻഡ് പോലെ മനോഹരമായ ഒരു രാജ്യം. മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്.